ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പട്ടുപാവാടയുടെ മെഷർമെൻ്റ് എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. നമുക്ക് 1 മുതൽ 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടത് ഒരു മെഷർമെൻ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമുക്ക് ഫുൾ ലെങ്ത് ആദ്യം മാർക്ക് ചെയ്യാം. ഫുൾ ലെങ്ത് 15 ആണ് വേണ്ടത്. പക്ഷെ നമ്മളിവിടെ ബാൻഡിന് കൊടുക്കുന്നത് കൊണ്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്തു. അടിവശം സെൽവേജ് ആയതുകൊണ്ടാണ് അടിവശത്ത് നിന്ന് മുകളിലോട്ട് മാർക്ക് ചെയ്യുന്നത്. ആ ഒരു 14 ഇഞ്ച് പ്ലസ് ഒരു 1/2 ഇഞ്ച് നമ്മളുടെ തയ്യൽ തുമ്പിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ 14 ഇഞ്ച് പ്ലസ് ഒരു 1/2 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കേണ്ടത് വേസ്റ്റിന്റെ അളവാണ്. അതായത് ഇവിടെ ഒരു 12 ഇഞ്ചാണ് വേസ്റ്റ് അളവ് വരുന്നത്. ഒരു 12 × 3 എന്ന കണക്കിലാണ് നമ്മൾ ഒരു ക്ലോത്തിനെ എടുക്കുന്നത്. അതായത് പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു കണക്ക് എന്ന് പറയുന്നത് നമ്മളുടെ വേസ്റ്റ് അളവിന്റെ 3 ഇരട്ടിയായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ ആ കറക്റ്റ് 36 ഇഞ്ച് ക്ലോത്ത് ഉണ്ട്. ഇത് നമ്മൾ അത് മെഷർമെന്റ് ചെയ്യണില്ല, കറക്റ്റായിട്ടാണ് ഈ ഒരു ക്ലോത്തിന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്കിനി ഈ ഒരു ലെങ്തിനെ കട്ട് ചെയ്തെടുക്കാം. 14.5 ഇഞ്ച് എന്ന പോർഷനിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ കട്ട് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് തെറ്റിപ്പോകും എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫുള്ള് 14 എന്ന രീതിയിൽ ഒരു 14.5 എന്ന രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇതിന്റെ ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്നും ബാൻഡിനെയും കട്ട് ചെയ്തെടുക്കാം. കറക്റ്റ് ചെയ്ത് 36 ഇഞ്ച് ഉണ്ട്. നമ്മൾ ഈ ഒരു 36 ഇഞ്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 1 ഇഞ്ച് വിട്ട് കൊടുക്കുക. ഫസ്റ്റിൽ നിന്ന് 1 ഇഞ്ച് വിട്ട് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതും ഇനി 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് തന്നെയാണ്. ഓരോ 1 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക. പ്ലേറ്റ്സ് ഇടാനൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, പ്ലേറ്റ്സ് എങ്ങനെ ഇടുക എന്നുള്ളത്. ഈ ഓരോ ഇഞ്ചും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഓരോ ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ 1 ഇഞ്ചിനെ മൂന്നാമത് മാർക്ക് ചെയ്ത 1 ഇഞ്ചിലോട്ട് വേണം നമ്മൾ പ്ലേറ്റ് ആയി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് 1 ഇഞ്ചിന് അതുപോലെ തന്നെ മൂന്നാമത്തെ 1 ഇഞ്ചിലോട്ട് വേണം. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റ് നമുക്ക് പ്ലേറ്റ്സ് ഒക്കെ കിട്ടുന്നത്. ഈ ഒരു രീതിയിൽ നമുക്ക് പ്ലേറ്റ്സ് കിട്ടും. ഫസ്റ്റ് ഈ 1 ഇഞ്ചിനെ വിട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂട്ടി തയ്ക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ബാൻഡിനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ വേസ്റ്റിന്റെ അളവ് അതായത് 12 ഇഞ്ച് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 2 കൂട്ടിയിട്ട്, അതായത് നമ്മളുടെ 2 വശത്തു നിന്നും നമുക്ക് മടക്കി തയ്ക്കാൻ, ഉള്ളിലോട്ട് മടക്കി തയ്ക്കാനുള്ള ഒരു 2 ഇഞ്ച് കൂടെ കൂട്ടി 14 ഇഞ്ചിനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 14 ഇഞ്ചിന് 1 ഇഞ്ച് ഇടണം എന്ന് നിർബന്ധം. 2 ഇഞ്ചിനെ കൂടുതൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം എന്നില്ല. നിങ്ങൾക്ക് 1/2 ഇഞ്ചിൽ തയ്ക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ഇട്ട് കൊടുത്താൽ മതി ടോട്ടലി. അപ്പോൾ 12 ഇഞ്ച് വേസ്റ്റ് വരികയാണെങ്കിൽ 12 ഇഞ്ച് വേസ്റ്റ് വരികയാണെങ്കിൽ 1 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുത്ത് 13 ഇട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ ഈ ഒരു വിഡ്ത്ത് എടുക്കേണ്ടത് 3 ഇഞ്ച്. നമ്മൾ കുളത്ത് വീതിയിലാണ് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് എടുക്കുക. അപ്പോൾ 1.5 ഇഞ്ചിൽ വരും. നമുക്കിതിനെ പ്ലേറ്റ്സ് ഇട്ടുകൊണ്ട് ഒരു സിംഗിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ 1 ഇഞ്ചിനെ വിട്ട് കൊടുക്കുക. എന്നിട്ടുള്ള രണ്ടാമത്തെ 1 ഇഞ്ചിനെ എടുത്ത് 4ാമത്തെ ഇഞ്ചിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ 1 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് തയ്യൽ തുമ്പിൽ പോകുന്ന 1 ഇഞ്ചാണ്. നമുക്ക് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതാദ്യം തന്നെ നമുക്ക് ഒരു പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് നെക്സ്റ്റ് പ്ലേറ്റ് എടുത്ത് 1 ഇഞ്ച് ഉള്ളിലോട്ട് കളത്തി അടുത്ത 1 ഇഞ്ചിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ.
ഈ ഒരു രീതിയിൽ നമ്മളെല്ലാ പ്ലേറ്റ്സും ഇട്ട് കൊടുക്കാം. പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ പ്ലേറ്റ്സിനെയും ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു പോർഷനിലെ പ്ലേറ്റ്സ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പോർഷനും പ്ലേറ്റ്സ് സെറ്റ് ആക്കി എടുക്കാം. ഈ ഒരു ഭാഗവും നമുക്ക് ഇതുപോലെ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് വിട്ട് അപ്പം നമ്മൾ 2 പോർഷനും പ്ലീറ്റ്സ് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. 1 ഇഞ്ച് വിട്ട് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ഒരു പോർഷന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്താ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമുക്ക് ബാൻഡിനെ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ബാൻഡിനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഇങ്ങനെ മടക്കി തയ്ച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് മടക്കി തയ്ച്ച് കൊടുക്കാം. ഇതിൻ്റെ മടക്ക് ഉള്ളിലോട്ട് കൊടുത്താൽ മതി. അപ്പം നമുക്ക് സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഈ 1 ഇഞ്ച് നമ്മളിവിടെ വിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 1 ഇഞ്ചിനെ കൂട്ടാതെ വേണം നമ്മൾ ബാൻഡിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ഈ ഒരു രീതിയിൽ വേണം ബാൻഡിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളുടെ സ്കേർട്ട് പോർഷനിൽ എടുക്കാം. ഇതിൻ്റെ സെൻറ്റർ കാണാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ പോർഷനിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ. എന്നാലേ ഇവിടെ ഒരു പിന്ന് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ഇടാൻ. എന്നാലേ കറക്റ്റ് നമുക്ക് ബാൻഡിൻ്റെ ലെങ്ത്ത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബാൻഡിൻ്റെ ഈ ഒരു നല്ല വശത്ത് ബാൻഡിൻ്റെ നല്ല വശം വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിൽ ബാൻഡിനെ ഫുള്ളായിട്ട് സ്റ്റിച്ചിട്ട് വരും. ഞാനിപ്പോൾ ഈ ഒരു ബാൻഡിനെ ഇവിടെ സ്റ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ബാക്ക് സൈഡിലോട്ട് മറിച്ചിട്ടിട്ട് ഒന്ന് ചെറിയൊരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒന്നുകൂടെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്, ഇത് സെൽവേജ് ആണെന്നുണ്ടെങ്കിൽ നേരിട്ടിട്ട് ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ വെച്ച് തയ്ച്ചു കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാൻഡിൻ്റെ ഇവിടെ മടക്കി കൊടുത്തിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒന്ന് മടക്കി ഇവിടെയും മടക്കി കൊടുക്കും. നമുക്ക് എന്നിട്ട് കൊളുത്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഹോള് അവിടെ ഇട്ടിട്ട് ആ ഹോളിലൂടെ നമ്മൾ പാൻറ്റിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ആ ഹോളിലൂടെ നമുക്ക് കയറിട്ട് കൊടുക്കാം.
ഈ ഒരു രീതിയിൽ ബാൻഡ് മൊത്തമായിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ടെടുക്കാം. അപ്പം നമ്മൾ രണ്ട് സൈഡും ഇവിടെ കൂട്ടി അടിച്ചിട്ടുണ്ട് കുളത്ത് വെക്കാൻ വേണ്ടിയിട്ട്. രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാൻഡ് ഫുള്ള് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ മറിച്ചിട്ട് കൊടുക്കുക, ബാക്ക് സൈഡ് എടുക്കുക, എന്നിട്ടൊരു 2.5 ഇഞ്ച് വിട്ട് കൊടുക്കുക. 2.5 ഇഞ്ച് കുട്ടികൾക്ക് 2.5 ഇഞ്ച് മതി, വലിയവർക്ക് ചെയ്യുമ്പോൾ 3 ഇഞ്ച് വിട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ അടിവശത്തോട്ട് കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഒപ്പം പിടിച്ചു കൊടുക്കുക, 2 ഇഞ്ച് വിട്ട് 2.5 ഇഞ്ച് വിട്ട് കൊടുക്കുക. എന്നിട്ട് വേണം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ കൂട്ടി തയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ കൂട്ടി തയ്ച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു സ്ലിറ്റിൻ്റെ ഏരിയ ഒന്ന് തയ്ച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അത് വേണമെങ്കിൽ നമുക്ക് മൊത്തമായിട്ട്, അതായത് ഇവിടെ നൂലൊന്നും പോരാതിരിക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ട് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലിറ്റ് തയ്ക്കണ പോലെ ഈ ഒരു പോർഷൻ മാത്രം സ്ലിറ്റ് തയ്ച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ഒരു പോർഷൻ്റെ നൂല് വലിയ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് ഈ ഒരു പോർഷൻ മുഴുവനായിട്ട് നമുക്ക് ഒരൊറ്റ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ചുകൂടെ വൃത്തിയിൽ നിൽക്കും. സ്ലിറ്റിൻ്റെ പോർഷന് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം കളർ ത്രെഡ് വെച്ചിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മളുടെ പട്ടുപാവാട റെഡി ആയിട്ടുണ്ട്. 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പാകമായിട്ടുള്ളൊരു പട്ടുപാവാട, 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ.